സഞ്ജുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ഫേസ് കട്ട് ആണ് അല്ലെ, ലാലേട്ടന്റെ ഫേസ് കട്ട്. ഇത് ഞാനല്ലേ? എങ്ങനെ ഇത് കറക്റ്റ് വന്നു എന്നുള്ളതാണ് നമ്മൾ എല്ലാരും ഇങ്ങനെ ആകാംക്ഷ. ലാലേട്ടൻ ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ എല്ലാം കൂടെ എത്ര എണ്ണണ്ടടാ? ഏതാടാ നീ? എന്റെ മക്കളെ, ഈ മനുഷ്യനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. കേക്കട്ടെ. ഇവൻ കോയ ഞാൻ കോയ ഇപ്പൊ രണ്ടു കോയേ എന്താണ് ഇത്? ലാലേട്ടൻ എപ്പോഴെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? ലാലേട്ടനെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. താൻ നോക്കിക്കോടോ, തന്റെ സ്വപ്നം നടക്കും. പണ്ടൊരു പ്രാങ്ക് പോലെ നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അച്ഛനും അച്ഛന്റെ ഫ്രണ്ടും ഒരു പാറപ്പുറത്ത് മുകളിലിരിക്കുമ്പോൾ അവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ദൂരെ നിന്ന് ഒരു ജീപ്പ് വരുമ്പോ അച്ഛന്റെ ഫ്രണ്ട് അച്ഛനോട് പറഞ്ഞു, നീ ഒന്ന് ജസ്റ്റ് മോഹൻലാലിനെ പോലെ ഒന്ന് ജസ്റ്റ് ഇരിക്കി. പാഴ്സലായിട്ട് കിട്ടുന്ന കാര്യം ഉറപ്പാ. അപ്പൊ ആ വണ്ടിക്കാരൻ പ്രാങ്ക് ആയില്ല, കാരണം അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന എല്ലാവർക്കും അറിയായിരുന്നു. അപ്പൊ ആ വളവിൽ വണ്ടി നോക്കുമ്പോ വണ്ടിയുള്ള ആള് നോക്കിയപ്പോ മുകളില് മോഹൻലാലിനെ പോലത്തെ ഒരാളിരിക്കണേ. മോഹൻലാൽ സ്പെഷ്യലിസ്റ്റാണ്. മോഹൻലാലിനേക്കാൾ നന്നായിട്ട് മോഹൻലാൽ അവതരിപ്പിക്കും. പക്ഷെ മീൻസ് ആ വണ്ടിയിൽ ആക്ച്വലി ഉണ്ടായിരുന്നത് മോഹൻലാലായിരുന്നു. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് എ ലോട്ട്. അച്ഛന്റെ പഴയ ലുക്ക് ഇപ്പം അഖിലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അതൊന്ന് കാണാം. ആളുകളൊക്കെ കണ്ണ് തള്ളിയിരിക്കുക. ലാലേട്ടന്റെ കല്യാണത്തിന്റെ ഫോട്ടോ പോലെ ഉണ്ട്. ഇതൊക്കെ പ്രത്യേക സിദ്ധികളാണ്. ഈശ്വരൻ ചിലർക്ക് മാത്രം അറിഞ്ഞു കൊടുക്കുന്ന. അങ്ങനല്ല, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്കിളിനെ കാണാനാണ്. അതെ, അങ്കിളിനെ കാണുമായിരുന്നു. അതായിരുന്നു ഞങ്ങൾക്ക് അങ്കിളിനെ കാണുമായിരുന്നു. അച്ഛനിപ്പോ ഒരു 1.5 വർഷമായിട്ട് അച്ഛൻ മരണപ്പെട്ടു. എന്ത് പറ്റി? ആൾക്ക് അറ്റാക്ക് ആയിരുന്നു. എന്നാലും ഇത്തിരി നേരത്തെ ആയിപ്പോയി കേട്ടാ പോക്ക്. അത് ആ വീഡിയോസ് ആ പീക്ക് ലെവലിൽ എത്തിയ സമയത്താണ് അച്ഛൻ മരണപ്പെട്ടത്. ഓയ്യോ, എന്നോട് എമ്പരാനെ ഇതൊന്നും കേൾക്കാനും കാണാനും അധികം ഇല്ലാണ്ട് പോയല്ലേ. ദൈവത്തിന്റെ ഓരോ വികൃതികളെ.